ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 39 20 മുതൽ 22 വരെ. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. അതിൻ്റെ സാധ്യതകളിലേക്കും നന്മകളിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് വായിച്ച വേദഭാഗം, യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അവിടെ യോസേഫിന് ലഭിച്ച ഉത്തരവാദിത്വം കാരാഗൃഹ പ്രമാണി കാരാഗൃഹത്തിലുള്ള ബദ്ധന്മാരെയെല്ലാം യോസേഫിനെ ഏൽപ്പിച്ചു എന്നതാണ്. അപ്പോൾ വ്യക്തികളെ യോസേഫിന് ലഭിച്ചു. മുൻപ് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. ദൈവം സ്വപ്നം നൽകി, അപ്പൻ ദൗത്യം ഏൽപ്പിച്ചു. തുടർന്ന് പൊത്തീഫർ തൻ്റെ വീട്ടിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു. ഇവിടെ വ്യക്തികളെ ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരാഗൃഹ പ്രമാണി ജോസഫിനെ വിശ്വസ്തതയുള്ളവനായി കണക്കാക്കിയിട്ടുണ്ടാവാം. 10 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ്. അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. തിരുവചനം പറയുന്നു, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്വാധീനമുള്ളവനാകണം എന്ന് ചിന്തിക്കുന്നതിൽ വലിയ തെറ്റില്ല. എന്നാൽ അവിടെ വരെ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് നമ്മൾ വായിക്കുന്നു 40 അധ്യായത്തിൽ, ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ച് അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ആളുകളെ ഏൽപ്പിച്ചതിൻ്റെ കാരണം ഏൽപ്പിച്ചവരെ ശുശ്രൂഷിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ്. ഏൽപ്പിച്ചവരെ ഭരിക്കും എന്നതല്ല, ഏൽപ്പിച്ചവരെ മേയിക്കും എന്നുമല്ല, ഏൽപ്പിച്ചവരെ ശുശ്രൂഷിക്കും. അങ്ങനെ ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം ആളുകളെ ഏൽപ്പിക്കും. മദർ തെരേസയുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവർ അവരെ ശുശ്രൂഷിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ജോർജ് മുള്ളറിൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവം ഏൽപ്പിച്ചത് അദ്ദേഹം അവരെ പരിരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരക്കം പായുന്നത് വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഇത് ലോകത്തിൻ്റെ കാര്യം മാത്രമല്ല, ആത്മീയ ഗോളത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ബാലറ്റ് പേപ്പറിന് വേണ്ടി പോരാടുന്ന ആളുകൾ, സ്ഥാനവും ശക്തിയും, ഇതൊക്കെയാണ് നമ്മുടെ നേട്ടം. നമ്മുടെ നോട്ടവും അതുതന്നെയായിരിക്കും. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ശുശ്രൂഷിക്കട്ടെ. കർത്തൃത്വം നടത്താൻ വന്നവനല്ല നമ്മുടെ കർത്താവ്, അവൻ ശുശ്രൂഷിക്കുവാനാണ് വന്നത്. ദൈവരാജ്യത്തിൽ എപ്പോഴും ആ പാത്രവും വെള്ളവും തുവർത്തുമുണ്ട്. അതെടുക്കാൻ ഏറിയ അവസരമുണ്ട്.
പലപ്പോഴും നമ്മൾ ഓർക്കും, എൻ്റെ സ്ഥാനം എവിടെയാണ്, എന്നെ ഉപയോഗിക്കുന്നത് എവിടെയാണ്. എന്നാൽ കർത്താവിൻ്റെ ഒരു ദാസനായി അല്ലെങ്കിൽ ഒരു ദാസിയായി നമ്മെ ആക്കിയിരിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. കർത്താവിൻ്റെ സഭ വളരണമെങ്കിൽ ആത്മീയ ശുശ്രൂഷയും മറ്റ് സ്ഥാനങ്ങൾ ഒക്കെ വളരണമെങ്കിൽ സുവിശേഷ വേല, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ശുശ്രൂഷ ചെയ്യുക എന്നതാണ് ആവശ്യം. തമ്മിൽ ഭരിക്കുകയല്ല, മുതലെടുക്കുകയല്ല. നമ്മൾ മറ്റുള്ളവരെ സേവിക്കുന്നവരായി തീരണം. ശമരിയാക്കാരൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഈ ഒരു മേഖലയിൽ നമ്മൾ തോറ്റുപോകാറില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോസഫിൻ്റെ പക്കൽ ദൈവം ആളുകളെ ഏൽപ്പിച്ചപ്പോൾ അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അപ്പക്കാരനും പാനപാത്രവാഹകനും യോസഫിനോട്, ഞങ്ങളൊരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ യോസഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദൈവം യോസഫിനെ താലന്തുകൾ ഏൽപ്പിക്കുന്നതായിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. സ്വപ്ന വ്യാഖ്യാനം എന്ന താലന്ത് പണ്ട് തന്നെ യോസഫിനുണ്ടായിരുന്നു. നമുക്കാണ് അങ്ങനെ ഒരു താലന്ത് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡിൽ ഏറ്റവും അടിയിലായി സ്വപ്ന വ്യാഖ്യാന പ്രഗത്ഭൻ എന്ന് ഒരു പക്ഷെങ്കിൽ എഴുതി കൊടുക്കുമായിരുന്നു. യോസഫ് മഹത്വമെല്ലാം ദൈവത്തിന് കൊടുത്തു. താൻ ചെറുപ്പം മുതൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണ്. ദൈവം അവൻ ആ താലന്ത് കൊടുത്തതിൻ്റെ കാരണം സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണ് എന്ന് അവൻ പറയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ഞാനല്ല, ദൈവമാണ് എന്ന് യോസേഫ് പറഞ്ഞതുപോലെ പറയാൻ നമുക്കും സാധിക്കണം. 41-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ ഫറവോനും സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ യോസേഫിനെ വിളിച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി നമ്മെ വിളിക്കുകയാണെങ്കിൽ അത് നമ്മളങ്ങോട്ട് പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്ന് അറിയിക്കും. ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് വന്നാൽ പിന്നെ പറയുകയും വേണ്ട. ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. പക്വതയുടെ ലക്ഷണം ഞാനല്ല എന്ന ഭാവമാണ്. ദൈവം താലന്തുകളും കൃപകളും വരങ്ങളും ഏൽപ്പിക്കുന്നത് സ്വയം കീർത്തിയെടുക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെയാണ്. മറ്റുള്ളവരെ ദൈവം താലന്തുകൾ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് എനിക്കില്ല? ദൈവം താലന്തുകൾ തരുമ്പോൾ മഹത്വം ദൈവത്തിന് കൊടുക്കണം. കർത്താവേ, എൻ്റെ ധനമല്ല, നീ എനിക്ക് തന്ന ധനം, എൻ്റെ ആരോഗ്യമല്ല, നീ എനിക്ക് തന്ന ആരോഗ്യമാണ്, എൻ്റെ വിദ്യാഭ്യാസമല്ല, നീ എനിക്ക് തന്ന വിദ്യാഭ്യാസമാണ്, എനിക്കുള്ളതൊന്നും എൻ്റേതല്ല, നീ എനിക്ക് തന്നതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? കീർത്തി ദൈവത്തിന് കൊടുക്കുക. ദൈവം തൻ്റെ മഹത്വം ആർക്കും കൊടുക്കുകയില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിൽ തൊടാൻ നാം ശ്രമിക്കുന്നത് കൊണ്ടാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നത്. മഹത്വം ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ മാരി അവൻ നമ്മുടെ മേൽ ചൊരിയും. എവിടെയെല്ലാം ഞാനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നോ, അതൊന്നും ആത്മീയതയുടെ ലക്ഷണമല്ല. അല്ലെങ്കിൽ എല്ലാം ഞാനാണ്, എന്നിലൂടെയാണ് എന്ന് വിചാരിക്കുന്ന ഇടം ആത്മീയതയുടെ ഇടമല്ല, അത് ഭൗമികതയാണ്. യോസഫ് നമുക്ക് നല്ലൊരു മാതൃക കാണിക്കുന്നു. ഞാനല്ല, ഐ ആം നത്തിങ്, ഞാനൊന്നുമല്ല, ദൈവമാണ് എല്ലാം. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഇടങ്ങൾ, സ്ഥാനങ്ങൾ, പദവികൾ, അധികാരങ്ങൾ, സ്വാധീനങ്ങൾ, സമ്പത്ത്, എല്ലാത്തിൻ്റെ മുൻപിൽ
ഞാനൊന്നുമല്ല എന്ന് വിനയത്തോടെ പറയാൻ സാധിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം നമുക്ക് തുറന്നു തരും. ദൈവം നമ്മെ മറക്കില്ല. ലോകം മറക്കാതെ വണ്ണം ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി, ഞങ്ങൾ ഒന്നുമല്ല എന്ന തിരിച്ചറിവോടെ, നൽകിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ചിന്തയോടുകൂടി അതിനെ ഉപയോഗിപ്പാനും കാണുവാനും വിലയിരുത്തുവാനും സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം വിശ്വസ്തയോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഊർജം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കാത്ത കർത്താവിൻ്റെ കൃപയെ ധ്യാനിച്ച് വളരെ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.